എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പശ്ചിമഘട്ട സംരക്ഷണത്തിന് 2024 UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി. പശ്ചിമഘട്ട സംരക്ഷണത്തിന് 2024 UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി. ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിന് 2024 UN-ന്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തി. ആധാർ അതോറിറ്റിക്കായി ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി. ആധാർ അതോറിറ്റിക്കായി ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി. ഓപ്ഷൻ സി അരുൺ ഗോകുൽ. അരുൺ ഗോകുലാണ് ആധാർ അതോറിറ്റിക്കായി ഉദയ് എന്ന ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മലയാളി. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മലയാളി. ഓപ്ഷൻ ഡി മധു സി മോഹൻ. മധു സി മോഹനാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മലയാളി. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ തേൻ ഗ്രാമം, ഹണി വില്ലേജ്, എവിടെയാണ്? ഓപ്ഷൻ എ മാങ്കർ. മഹാരാഷ്ട്രയിലെ മാങ്കറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. ഓപ്ഷൻ സി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ് 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി. ഓപ്ഷൻ ബി KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനായിരുന്നു. അടുത്ത ചോദ്യം. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ. ഓപ്ഷൻ എ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ. ഇന്ത്യയിലെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ഹിമാലയൻ ഔട്ട്പോസ്റ്റ് ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ ISRO ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി സോക്കർ താഴ്വര. ലഡാക്കിലെ സോക്കർ വാലി, സോക്കർ താഴ്വരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യമായ ഹോപ്പ് ISRO ആരംഭിച്ചത്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത്. ഓപ്ഷൻ ബി ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്നത്. ഇന്ത്യയിൽ അവയവദാനത്തിൻ്റെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ അവയവദാനത്തിൻ്റെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിൽ അവയവദാനത്തിൻ്റെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി പാലക്കാട്. പാലക്കാടിലെ NRK ഇൻഡസ്ട്രിയൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഭദ്ല സോളാർ പാർക്ക്. രാജസ്ഥാനിലെ ഭദ്ല സോളാർ പാർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിലവിൽ വന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള
റെയിൽവേ പാലം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ജമ്മു കശ്മീർ. ജമ്മു കശ്മീരിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ചെനാബ് ബ്രിഡ്ജ് നിലവിൽ വന്നത്. ലോകത്തിലാദ്യത്തെ ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിച്ച ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്. ലോകത്തിലാദ്യത്തെ ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിച്ച ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സാഥി. ലോകത്തിലാദ്യത്തെ ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകൾ നിർമ്മിച്ച ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് സാഥി. 2025 ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം നേടിയത്. 2025 ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയത് ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. 2025 ഫോബ്സ് പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയത് നിർമ്മല സീതാരാമനാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി എഴുത്തുകാരൻ. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. ലോകത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ലോകത്തിലാദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഓപ്ഷൻ ഡി ഭൂട്ടാൻ. ഭൂട്ടാനാണ് ലോകത്തിലാദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഗുവാഹത്തി. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ഓപ്ഷൻ സി ബാനു മുഷ്താഖ്. കൃതി ഹാർട്ട് ലാമ്പ്. ബാനു മുഷ്താഖാണ് 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. ലോകത്തിലാദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ സേവനം ആരംഭിച്ച രാജ്യം. ലോകത്തിലാദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ സേവനം ആരംഭിച്ച രാജ്യം ജർമ്മനി. ജർമ്മനിയാണ് ലോകത്തിലാദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ സേവനം ആരംഭിച്ച രാജ്യം. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഓപ്ഷൻ എ കോട്ടക്കൽ. മലപ്പുറത്തെ കോട്ടക്കൽ നഗരസഭയാണ് 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ. തമിഴ്നാട് നിയമസഭ ഈയിടെ ആദരിച്ച കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി. തമിഴ്നാട് നിയമസഭ ഈയിടെ ആദരിച്ച കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഓപ്ഷൻ ബി വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദനാണ് തമിഴ്നാട് നിയമസഭ ഈയിടെ ആദരിച്ച കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി. അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ AI ഹബ്ബ് വരുന്നത് എവിടെയാണ്? അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ AI ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ AI ഹബ്ബ് വരുന്നത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ നിർമ്മിച്ച കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ നിർമ്മിച്ച കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് ഐറോവ് ടെക്നോളജീസ്. ഐറോവ് ടെക്നോളജീസ് ആണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ നിർമ്മിച്ച കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വാണിജ്യപരമായി പാക്ക് ചെയ്ത മൾട്ടി ചിപ്പ് മൊഡ്യൂൾ MCM അമേരിക്കയിലേക്ക് അയച്ച കമ്പനി. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വാണിജ്യപരമായി പാക്ക് ചെയ്ത മൾട്ടി ചിപ്പ് മൊഡ്യൂൾ അമേരിക്കയിലേക്ക് അയച്ച കമ്പനിയാണ് ഓപ്ഷൻ സി കെയ്ൻസ് സെമിക്കോൺ പ്രൈവറ്റ് ലിമിറ്റഡ്. കെയ്ൻസ് സെമിക്കോൺ ആണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വാണിജ്യപരമായി പാക്ക് ചെയ്ത മൾട്ടി ചിപ്പ് മൊഡ്യൂൾ MCM അമേരിക്കയിലേക്ക് അയച്ച കമ്പനി. 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഇന്ത്യ.
2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് ഇന്ത്യയിലാണ്. നിയമനിർമ്മാണത്തിലൂടെ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. നിയമനിർമ്മാണത്തിലൂടെ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. ഓപ്ഷൻ ബി ഉറുഗ്വേ. ഉറുഗ്വേയാണ് നിയമനിർമ്മാണത്തിലൂടെ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. UNGGIM യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഏഷ്യ ആൻഡ് പസഫിക് കമ്മിറ്റിയുടെ സഹ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. UNGGIM ഏഷ്യ ആൻഡ് പസഫിക് കമ്മിറ്റിയുടെ സഹ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് UNGGIM യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെന്റിന്റെ ഏഷ്യ ആൻഡ് പസഫിക് കമ്മിറ്റിയുടെ സഹ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. VS അച്യുതാനന്ദന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? VS അച്യുതാനന്ദന്റെ സംസ്ഥാനത്തെ ആദ്യ സ്മാരകം നിലവിൽ വരുന്നത് ഓപ്ഷൻ സി പാളയം. തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് VS അച്യുതാനന്ദന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാരകം നിലവിൽ വരുന്നത്. ഇന്ത്യയിലാദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വേദി. ഇന്ത്യയിലാദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വേദി ഓപ്ഷൻ ഡി വർക്കല. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ഇന്ത്യയിലാദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വേദി. സൈബർ ആക്രമണങ്ങൾ തടയാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സൈബർ ആക്രമണങ്ങൾ തടയാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്ഷൻ എ മായ. സൈബർ ആക്രമണങ്ങൾ തടയാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് മായ. റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിനായി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി. റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ബെഞ്ച്, പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി ഏതാണ്? ഓപ്ഷൻ ഡി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോർട്ടാണ് റാഗിംഗ് കേസുകൾ പരിഗണിക്കുന്നതിനായി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ്? ഓപ്ഷൻ ബി നാഫിത്രോമൈസിൻ. നാഫിത്രോമൈസിൻ എന്ന ആന്റിബയോട്ടിക് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക്. 2025 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. 2025 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ ബി NS മാധവൻ. NS മാധവനാണ് 2025 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് താരം. സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് താരം ഓപ്ഷൻ എ നീരജ് ചോപ്ര. നീരജ് ചോപ്രയാണ് സൈന്യത്തിന്റെ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് താരം. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ ആരാണ്? ഓപ്ഷൻ സി സുനിൽ അമൃത്. കൃതി ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദ ലാസ്റ്റ് 500 ഇയേഴ്സ്. സുനിൽ അമൃതാണ് ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ. രാജ്യത്ത് ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിവ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി. 3 അവയവങ്ങൾ. രാജ്യത്ത് ആദ്യമായി ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിവ ഒരേ സമയം മാറ്റിവെച്ച സർക്കാർ ആശുപത്രി ഏതാണ്? ഓപ്ഷൻ ഡി കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജാണ് രാജ്യത്ത് ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിവ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി. നാവികസേനയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി പ്രതിരോധ കപ്പൽ. നാവികസേനയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി പ്രതിരോധ കപ്പൽ ഓപ്ഷൻ സി INS മാഹി. INS മാഹിയാണ് നാവികസേനയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച
ആദ്യ അന്തർവാഹിനി പ്രതിരോധ കപ്പൽ? 2025 വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? 2025 വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ എ എൻ ജയൻ, പ്രൊഫസർ പ്രദീപ് തലാപ്പിൽ. എൻ ജയൻ, പ്രൊഫസർ പ്രദീപ് തലാപ്പിൽ എന്നിവരാണ് തന്നിരിക്കുന്നവരിൽ 2025 വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ. റിലയൻസും മെറ്റയും ചേർന്ന് രൂപം നൽകിയ AI കമ്പനി. റിലയൻസും മെറ്റയും ചേർന്ന് രൂപം നൽകിയ AI കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി റിലയൻസ് എൻ്റർപ്രൈസ് ഇൻ്റലിജൻസ് ലിമിറ്റഡ്, REIL. റിലയൻസ് എൻ്റർപ്രൈസ് ഇൻ്റലിജൻസ് ലിമിറ്റഡ് ആണ് റിലയൻസും മെറ്റയും ചേർന്ന് രൂപം നൽകിയ AI കമ്പനി. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ടാക്സി സർവീസ്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ടാക്സി സർവീസാണ് ഓപ്ഷൻ എ ഭാരത് ടാക്സി. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ടാക്സി സർവീസാണ് ഭാരത് ടാക്സി. ക്രിപ്റ്റോ കറൻസി നിയമപരമായ ആസ്തിയാണെന്ന് വിധിച്ച ഹൈക്കോടതി. ക്രിപ്റ്റോ കറൻസി നിയമപരമായ ആസ്തിയാണെന്ന് വിധിച്ച ഹൈക്കോടതി. ഓപ്ഷൻ ഡി മദ്രാസ് ഹൈക്കോടതി. മദ്രാസ് ഹൈക്കോർട്ടാണ് ക്രിപ്റ്റോ കറൻസി നിയമപരമായ ആസ്തിയാണെന്ന് വിധിച്ച കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ആസിയാൻ സമുദ്ര കരാർ വർഷമായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ആസിയാൻ സമുദ്ര കരാർ വർഷമായി പ്രഖ്യാപിച്ചത് ഏതു വർഷത്തെയാണ്? ഓപ്ഷൻ സി 2026. 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ആസിയാൻ സമുദ്ര കരാർ വർഷമായി പ്രഖ്യാപിച്ചത്. യാത്രീ സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പിലാക്കുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ. യാത്രീ സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പിലാക്കുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി എറണാകുളം. എറണാകുളം ജംഗ്ഷൻ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് യാത്രീ സുവിധാ കേന്ദ്രം ആദ്യമായി നടപ്പിലാക്കുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ. സർദാർ പട്ടേലിൻ്റെ 150ാം ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ സിനിമ. സർദാർ പട്ടേലിൻ്റെ 150ാം ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ സിനിമ. ഓപ്ഷൻ എ മാൻ ഓഫ് സ്റ്റീൽ, സർദാർ. മാൻ ഓഫ് സ്റ്റീൽ സർദാറാണ് സർദാർ പട്ടേലിൻ്റെ 150ാം ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ സിനിമ. ഇന്ത്യയും UK ചേർന്ന് യുവ ശാസ്ത്രജ്ഞർക്കായി ആരംഭിച്ച പുതിയ പദ്ധതി. ഇന്ത്യയും UK ചേർന്ന് യുവ ശാസ്ത്രജ്ഞർക്കായി ആരംഭിച്ച പുതിയ പദ്ധതി. ഓപ്ഷൻ സി രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം. രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാമാണ് ഇന്ത്യയും UK ചേർന്ന് യുവ ശാസ്ത്രജ്ഞർക്കായി ആരംഭിച്ച പുതിയ പദ്ധതി. ഭൂമിയെപ്പോലെ സൂര്യനെ ചുറ്റുന്ന ചിഹ്നഗ്രഹം ഏതാണ്? ഭൂമിയെപ്പോലെ സൂര്യനെ ചുറ്റുന്ന ചിഹ്നഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി 2025 PN7. 2025 PN7 എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിയെപ്പോലെ സൂര്യനെ ചുറ്റുന്ന ചിഹ്നഗ്രഹം. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരത്തിൽ രക്തസാക്ഷിയായ വള്ളിയമ്മ മുനുസ്വാമിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരത്തിൽ രക്തസാക്ഷിയായ വള്ളിയമ്മ മുനുസ്വാമിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ ബി ടോൾസ്റ്റോയ് ഫാം. സൗത്ത് ആഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാമിലാണ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരത്തിൽ രക്തസാക്ഷിയായ വള്ളിയമ്മ മുനുസ്വാമിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ മൃഗശാല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ മൃഗശാല ഏതാണ്? ഓപ്ഷൻ ഡി പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ മൃഗശാല, ഡിസൈൻ സൂ. കൊച്ചി നാവികതാവളത്തിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ സർവേ വെസൽ. കൊച്ചി നാവികതാവളത്തിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ സർവേ വെസൽ ഏതാണ്? ഓപ്ഷൻ ബി
INS ഇക്ഷക്. INS ഇക്ഷക് ആണ് കൊച്ചി നാവികതാവളത്തിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച പുതിയ സർവേ വെസൽ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.